ഇത് തുടങ്ങുമ്പോൾ കൺസ്ട്രക്ഷൻ്റെ ക്വാളിറ്റി എങ്ങനെ ഇരിക്കും, ഇവരുടെ കോപ്പറേഷൻ എങ്ങനെ ഇരിക്കും, കോർഡിനേഷൻ എങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെ ഒരു ഡൗട്ട് ഇനീഷ്യലി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നല്ല ഇൻറ്റീരിയേഴ്സ് എല്ലാം ചെയ്യുന്ന ഒരു എൻഡ് ടു എൻഡ് ചെയ്യുന്ന ഒരു കമ്പനിയെ നമ്മൾ അന്വേഷിച്ച് നടന്നപ്പോഴാണ് നമുക്ക് ക്രിയോ പറ്റി അറിഞ്ഞത്. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഞങ്ങളും ക്രിയോ ടീംസും അവർ ഡെയിലി അപ്ഡേഷൻ തരാറുണ്ടായിരുന്നു. എത്ര ലേബറേഴ്സ് ഉണ്ട്, എത്ര ഇവിടുത്തെ പിക്ചേഴ്സ്. ക്രിയോയുടെ ഒരു വലിയ ഹൈലൈറ്റാണ് അവരുടെ സ്റ്റാഫ് എന്ന് പറയുന്നത്. എല്ലാം അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് ഇത്രയും ഭംഗിയായിട്ട് ഇത് എത്തിക്കാൻ പറ്റിയത്. എൻ്റെ പേര് മനോജ് എന്നാണ്. ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ സുനീത, ഞാനും ദുബായിലാണ്. ഞങ്ങൾ കുറേ ഇയേഴ്സായിട്ട് ദുബായിൽ തന്നെ സെറ്റിലായ ആൾക്കാരാണ്. ഞങ്ങൾക്ക് നമ്മളവിടെ പോയ സമയം തൊട്ട് തന്നെ നമുക്ക് നാട്ടിലൊരു വീട് വേണം എന്നുള്ളത് നമ്മുടെ ഒരു വലിയ ഡ്രീമായിരുന്നു. ഒരുപാട് അതിന് ആപ്റ്റായിട്ടുള്ള ഒരു പ്ലോട്ട് നോക്കി നടക്കുമായിരുന്നു. അങ്ങനെ ഇത് എൻ്റെ മദർ ചെങ്ങന്നൂർ എന്നുള്ളത് ഞങ്ങൾക്ക് 2 പേർക്കും ബേസ് ഉള്ള ഒരു പ്ലേസാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടം തോന്നിയ ഒരു പ്ലോട്ട് കിട്ടിയപ്പം അത് വാങ്ങി. പ്ലോട്ട് വാങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഒരു ഡ്രീം ഹൗസ് വെക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു നല്ല ആർക്കിടെക്ട്സ് അല്ലെങ്കിൽ നല്ല ഇൻറ്റീരിയേഴ്സ് എല്ലാം ചെയ്യുന്ന ഒരു എൻഡ് ടു എൻഡ് ചെയ്യുന്ന ഒരു കമ്പനിയെ നമ്മൾ അന്വേഷിച്ച് നടന്നപ്പോഴാണ് നമുക്ക് ക്രിയോ പറ്റി അറിഞ്ഞത്. കാരണം ഞങ്ങൾ NRIs ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് സൂപ്പർവൈസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു കമ്പനി വേണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ പേഴ്സണൽ റെഫറൻസുകൾ നോക്കി, ഫ്രണ്ട്സിനോട് ചോദിച്ചു, റിവ്യൂസ് നോക്കി. അങ്ങനെയാണ് ഞങ്ങൾ ക്രയോ ഹോംസിലേക്ക് എത്തുന്നത്. ഞങ്ങൾക്ക് 2 പേർക്കും വളരെ ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു ഒരു ഡബിൾ ഹൈറ്റ് ഉള്ള ഒരു ഡൈനിങ് ഏരിയ, ഫാമിലി ലിവിങ് അങ്ങനെ വേണമെന്ന്. അങ്ങനെ ഞങ്ങളുടെ റിക്വയർമെൻറ്റ് പറഞ്ഞപ്പം തന്നെ ആർക്കിടെക്ട് അഖിൽ അതിനെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് പ്ലാൻ ചെയ്ത് തന്നത്. ഇതിലെടുത്ത് പറയാനുള്ള ഒരു ക്രിയോയുടെ ഒരു വലിയ ഹൈലൈറ്റാണ് അവരുടെ സ്റ്റാഫ് എന്ന് പറയുന്നത്. ഇൻറ്റീരിയർ ഡിസൈനർ അൻഷാദ് ഉണ്ട്. ഇൻറ്റീരിയർ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന അൻഷാദ് എൻഡ് ടു എൻഡ് എത്ര പേഷ്യൻസോടുകൂടി. ഈവൻ ഞാൻ ചില സമയത്ത് ലേറ്റ് ടൈം ഡിഫറൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ലേറ്റ് ഈവനിങ്സൊക്കെ ഞാൻ ചിലപ്പോൾ മെസ്സേജ് അയക്കാറുണ്ട്, ക്ലാരിഫിക്കേഷൻസ് ചോദിക്കാറുണ്ട്. അതിനൊക്കെ ഒരു കാര്യം പോലും മിസ് ചെയ്യാതെ എല്ലാം റെസ്പോണ്ട് ചെയ്യും. എല്ലാം അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് ഇത്രയും ഭംഗിയായിട്ട് ഇത് എത്തിക്കാൻ പറ്റിയത്. അതേപോലെ ഈ ഓൺ സൈറ്റ് എൻജിനീയേഴ്സ് ഉണ്ട്. ഇവർക്ക് ഫുൾ ടൈം എല്ലാ പ്രോജക്റ്റിനും ഓൺ സൈറ്റ് എൻജിനീയേഴ്സ് ഉണ്ടാവും. അതിലെടുത്ത് പറയേണ്ടതാണ് എക്സിക്യൂഷൻ സ്റ്റേജിൽ നമുക്ക് നിന്ന് രാഹുൽ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു രാഹുൽ ഇവിടെ അടുത്തുള്ളത് തന്നെയാണ്. ഈ സൈറ്റിലേക്ക് അവർ അസൈൻ ചെയ്ത ഒരു എൻജിനീയർ ആയിരുന്നു. ഇൻറ്റീരിയറിൽ ഫൈനൽ എക്സിക്യൂഷനിൽ അസൈൻ ചെയ്ത വേറൊരു രാഹുലുണ്ട്. അതും അവർ 2 പേരും കൂടിയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ എക്സിക്യൂഷൻ ഇത്രയും പെർഫെക്റ്റ് ആക്കി തന്നത്. വീടിൻ്റെ ആദ്യം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതിനൊരു കോറിഡോർ വന്നിരുന്നു. ഇതൊരു ഡിഫറെൻറ്റ് ഡിസൈനാണ്. സാധാരണ ഹൗസസിനെ പോലെ അല്ല, ഇതിനൊരു ഡിഫറൻസ് ഉണ്ട്. ഒരു കോറിഡോർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കോറിഡോർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അത് ആർക്കിടെക്റ്റിൻ്റെ കോൺഫിഡൻ്റ് ആണ്. ഡിസൈൻ ടീമിൻ്റെ കോൺഫിഡൻസ് ആയിരുന്നു. അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് വന്നു. ആക്ച്വലി ഇതൊരു യുണീക്ക് ഡിസൈനായിട്ട് ഈ ഹൗസ് മാറി. നമ്മൾ ക്രിയോയിലിനെ അപ്രോച്ച് ചെയ്തപ്പം റൈറ്റ് ഫ്രം ദ ബിഗിനിങ് അവരുടെ ഒരു ഓപ്പറേഷൻസ് മാനേജർ ആയിക്കോട്ടെ, നമ്മുടെ ആർക്കിടെക്ട് അഖിൽ ആയിക്കോട്ടെ, നമുക്ക് വേണ്ടിയ എക്സ്പെക്റ്റേഷൻസ്, നമ്മുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം പറഞ്ഞപ്പം അതിനെ വളരെ വളരെ പേഷ്യൻസോട് കൂടി നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത ഒരു പ്ലാനാണിത്. പിന്നെ അതിൻ്റെ എല്ലാ സ്റ്റാഫും എല്ലാവരും ഇൻറ്റീരിയേഴ്സ് അല്ലെങ്കിൽ കോർഡിനേറ്റേഴ്സ് എൻഡ് ടു എൻഡ് എവറി സ്റ്റാഫ് മെമ്പർ വളരെ വളരെ പേഷ്യൻസോട് കൂടി നമ്മുടെ കാര്യങ്ങളെല്ലാം കേട്ട് എല്ലാം വളരെ ഭംഗിയായിട്ട് നമുക്ക് വേണ്ടിയ രീതിയിൽ ചെയ്തു തന്നിട്ടുണ്ട്. ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഞങ്ങളും ക്രയോ ടീംസും അവർ ഡെയിലി അപ്ഡേഷൻ തരാറുണ്ടായിരുന്നു. എത്ര ലേബറേഴ്സ് ഉണ്ട്, എത്ര ഇവിടുത്തെ പിക്ചേഴ്സ്. അങ്ങനെ ഞങ്ങൾക്ക് ഡെയിലി കംപ്ലീറ്റ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻസ് കിട്ടാറുണ്ടായിരുന്നു. അവരുടെ കമ്മ്യൂണിക്കേഷൻ പെർഫെക്റ്റ് ആയിരുന്നു എല്ലാ വേസിലും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉള്ള കാര്യത്തിൽ തന്നെ നമുക്കൊരു സജഷൻ വേണമെങ്കിലൊക്കെ അവർ വളരെ ഭംഗിയായിട്ട് നമുക്ക് സജഷനും തരും. ഏതാണ് ആപ്റ്റ്, ഏത് കളറാണ് ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കിതിനെ ഡിസൈൻ ചെയ്യേണ്ടത്. എവറി സ്മോൾ ലൈറ്റ്സ് തൊട്ട് എവറി കോർണർ വരെയുള്ള കാര്യങ്ങൾ അവർ നമുക്ക് നല്ല സജഷൻ തരും, നമുക്കതിൻ്റെ എല്ലാം കാണിച്ചു തരും. അങ്ങനെയൊക്കെയാണ് ഈ വീട് ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയത്.
അതേപോലെ ഓരോ മെറ്റീരിയൽസ് ചൂസ് ചെയ്യാൻ ക്രയോയുടെ റെപ്രസെൻറ്റേറ്റീവ് ഞങ്ങളുടെ കൂടെ വരും. അത് അവർ ജസ്റ്റ് ഒരു ഷോപ്പ് കാണിക്കുകയല്ല, അത് എങ്ങനെയാണ് ആ മെറ്റീരിയൽ ഈ വീട്ടിൽ സൂട്ടാവുക അങ്ങനെയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻസും ഒക്കെ തന്നുകൊണ്ട് ഞങ്ങൾക്ക് ബെസ്റ്റ് പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യാൻ പറ്റി. നമ്മൾ നോൺ റെസിഡൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും മനസ്സിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഹൗസിൻ്റെ ഇത് തുടങ്ങുമ്പോൾ കൺസ്ട്രക്ഷൻ്റെ ക്വാളിറ്റി എങ്ങനെ ഇരിക്കും, ഇവരുടെ കോപ്പറേഷൻ എങ്ങനെ ഇരിക്കും, കോർഡിനേഷൻ എങ്ങനെ ഇരിക്കും എന്നുള്ളതൊക്കെ ഒരു ഡൗട്ട് ഇനീഷ്യലി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇവരുടെ ഒരു ഡെഡിക്കേഷൻ മനസ്സിലായത്. എവറി ഡേ നമുക്ക് അവർ അപ്ഡേറ്റ് ചെയ്യും, എവറി ഡേ ടൈം ഡിഫറൻസ് ഒന്നും ഇല്ലാതെ തന്നെ അവർ നമ്മളോട് പറയും എന്താണ് ഇവിടെ നടക്കുന്നത്. ക്യാമറസിലൂടെ അവർ നമുക്ക് ലൈവായിട്ട് കാണിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെല്ലാം അറിയാൻ വേണ്ടി എവറി സ്റ്റേജ് ഓഫ് പ്രോഗ്രസ് അവർ നമുക്ക് പിക്ചേഴ്സ് ഇട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ വളരെ എനിക്ക് തോന്നുന്നു നമുക്ക് നോൺ റെസിഡൻസിനുള്ള ഒരു ഫിയർ, നമുക്ക് ഇവിടെ മെറ്റീരിയൽസിന് കോംപ്രമൈസ് ഉണ്ടാവുമോ, ക്വാളിറ്റി കോംപ്രമൈസ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ അതിൻ്റെ ഫിനിഷിങ്ങിന് എവിടെയെങ്കിലും കോംപ്രമൈസസ് ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ ഒരു ഡൗട്ട് ഒരിക്കലും നമ്മുടെ ഇതിൻ്റെ ഒരു പ്രോജക്റ്റ് പ്രോഗ്രസ് ആകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോകുന്നുള്ളതാണ്. ബിക്കോസ് നമുക്ക് അവരിൽ അത്രയും ട്രസ്റ്റും കോൺഫിഡൻസും അത് നമുക്ക് നാച്ചുറലി വരും. അവരത്രയും ഭംഗിയായിട്ടാണ് അത് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഇത്രയും പ്രോജക്റ്റെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഹൗസ് വാമിങ്ങിന് വേണ്ടി ഇപ്പം വന്നതാണ്. ഹൗസ് വാമിംഗ് ഒക്കെ വളരെ ഭംഗിയായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റി. അതിനും ക്രിയോയുടെ ഒക്കെ കുറേ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. നമുക്ക് ലാസ്റ്റ് മിനിറ്റിൽ വരുമ്പം ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പെർഫെക്ഷൻ കൊണ്ടുവരാനും അവരുടെ സ്റ്റാഫ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന് വളരെ ഭംഗിയായിട്ട് ക്രിയോയുടെ ടീമും അവരുടെ പ്രസൻസും ഉണ്ടായിരുന്നു ഹൗസ് വാമിംഗ്. അങ്ങനെ ഭംഗിയായിട്ട് എല്ലാം കഴിഞ്ഞ് ഇപ്പം നമ്മൾ തിരിച്ചു പോവാണ്. ഞങ്ങൾ രണ്ടുപേരും ഫുള്ളി സാറ്റിസ്ഫൈഡ് and very happy. Very happy. Thank you so much to Creo team. Thank you Creo team.